മൈ ബർത്ത് ഈസ് ആൻ ഫാറ്റൽ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞത് രോഹിത് തുമില എന്ന ചെറുപ്പക്കാരനാണ്. 2016 ജനുവരി 17 അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാക്കുറിപ്പിലെ വരികളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ദളിത് വിവേചനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ ഡോക്ടറേറ്റ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. 2016 കഴിഞ്ഞ് 10 വർഷം പിന്നിട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യം, നമ്മുടെ നാട് ഇന്നും ഈ ജാതി വിവേചനത്തിന് അപ്പുറത്തേക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നടന്ന നിതിൻ രാജിൻ്റെ മരണവും വ്യക്തമാക്കുന്നത്. നിതിൻ രാജ് BDS വിദ്യാർത്ഥിയായിരുന്നു. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് നിന്ന് സാധാരണ കുടുംബത്തിൽ ജനിച്ച് വാടക വീടിലാണ് അദ്ദേഹത്തിന് ഇപ്പോഴും വീട്. അവിടെ നിന്നാണ് അദ്ദേഹം BDS പഠിക്കാൻ വേണ്ടി നമ്മുടെ തന്നെ കേരളത്തിലെ എൻട്രൻസ് പരീക്ഷ പാസ്സായിട്ടാണ് BDSന് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. സ്വാഭാവികമായി തന്നെ മെഡിക്കൽ കോളേജിലെ വിദ്യാഭ്യാസത്തിൻ്റെ സാമ്പത്തിക ചെലവിനെ സംബന്ധിച്ചെല്ലാം നമുക്കറിയാം. വളരെ പണിപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ആ വിദ്യാർത്ഥിയെ അവിടെ ചേർക്കുന്നതും ആ പഠനം മുന്നോട്ട് പോകുന്നതും. ആ കുട്ടിയാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആരോപണവിധേയരായത് ഡോക്ടർ റാം എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇന്നും ഇന്നലെയും വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ജാതിവേദന മാത്രമല്ല, ബോഡി ഷെയ്മിങ് ഉൾപ്പെടെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ഡോക്ടറാണ് ഡോക്ടർ റാം എന്നാണ് വാർത്തകളിൽ കാണുന്നത്. സത്യമേതായിരുന്നാലും ഒരു വിദ്യാർത്ഥി, ഒരു സാധാരണ കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥി കേരളത്തിൽ ദളിത് പീഡനത്തിൻ്റെ ഭാഗമായി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. ധാരാളം യുവജന സംഘടനകളെല്ലാം വലിയ പ്രക്ഷോഭത്തിലാണ്. നമുക്കറിയാം, കേരളത്തിൽ നടന്ന നവോത്ഥാന കാലഘട്ടത്തിലെ ഇടപെടലുകൾ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന ഏറ്റവും വിപ്ലവകരമായ ആ വാക്യം, അത് ഉയർത്തിക്കൊണ്ടുവന്ന സാമൂഹ്യ മുന്നേറ്റം, അയ്യങ്കാളിയും അയ്യ വൈകുണ്ഠസ്വാമിയും പൊയ്കയിൽ അപ്പച്ചനും ചട്ടമ്പി സ്വാമികളും ഉൾപ്പെടെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും കേരളത്തിൽ നടത്തിയ നവോത്ഥാന മുന്നേറ്റം, ആ മുന്നേറ്റത്തിനൊന്നും ഒരു വിലയുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത്. സ്വാമി വിവേകാനന്ദൻ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഇത് കേരളം ഒരു ഭ്രാന്താലയം എന്ന് ഇവിടെ സന്ദർശനത്തിന് ശേഷം പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ മുന്നിലെല്ലാം ഇതൊരു ചരിത്രമായി മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോഴും ജാതി ചിന്തയും മതചിന്തയും മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വളരെ വിഷമകരമായ ഒരു സംഗതിയായി നമ്മുടെ മുന്നിലുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഡോക്ടർ നിതിൻ രാജിൻ്റെ മരണത്തിലൂടെ കൂടുതൽ വ്യക്തമാവുന്നത്. കെവിൻ എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടും കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. ഒരു സവർണ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നുള്ളൊരു പെൺകുട്ടിയെ പ്രണയിച്ച് കല്യാണം കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കെവിൻ കൊല ചെയ്യപ്പെട്ടത്. ആ ദുരഭിമാന കൊലയായിരുന്നു. കേരളത്തിൽ ദുരഭിമാന കൊലകൾ നമ്മൾ കേൾക്കാറില്ല, പക്ഷേ കേരളത്തിലും ഇത്തരം കൊലകൾ ഇടയ്ക്ക് മുറക്കുമെങ്കിലും നമ്മൾ കേൾക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വിഷമകരമായ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇന്ത്യയിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ് ഇത്തരം കണക്കുകൾ പുറത്തുവിടുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ദളിത് പീഡനങ്ങൾ നടക്കുന്നത് രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമാണ്. ജനസംഖ്യാനുപാതികമായി ഏറ്റവും അധികം ദളിത് പീഡനങ്ങൾ മധ്യപ്രദേശിലാണ്. ഏറ്റവും കുറച്ച് ആൾക്കാർ ദളിത് പീഡകരായ സവർണർ ശിക്ഷാവിധി കിട്ടുന്നതും ഈ സംസ്ഥാനങ്ങളിലാണ്. കേരളം വളരെ മെച്ചപ്പെട്ട നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെയും മറ്റ് കണക്കുകൾ പ്രകാരം കേരളം ഇത്തരം വിഷയങ്ങളിൽ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. ദളിത് പീഡനങ്ങളുടെ കണക്കിൽ മാത്രമല്ല, കുറ്റക്കാർക്കെതിരെ ശിക്ഷ കൊടുക്കുന്നതിനകത്ത് പോലും 90% കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിനകത്തും കേരളം വളരെ മികച്ച നിലവാരം പുലർത്തുന്നു. പക്ഷേ നമ്മുടെ നാടും ഇപ്പോഴും ഈ ഗതികേടിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ജ്യോതിറാവ് ഫുലെയുടെ 199ാമത് ജന്മവാർഷികമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യം ആഘോഷിച്ചത്. പാർലമെൻറ്റിലെ സൻസദ് സദനിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഒന്നിച്ചു നിന്നാണ് ജ്യോതിറാവ് ഫുലെയെ കുറിച്ച് അവരുടെ രാജ്യത്തിന് നടത്തിയ സേവനങ്ങളെക്കുറിച്ച് വാദോരാതെ പ്രസംഗിച്ചത്. ആ തരത്തിൽ രാജ്യത്തിന് അവർ ചെയ്ത സേവനങ്ങളെ സംബന്ധിച്ച് ഓർമ്മിക്കണമെന്നും അവർ നടത്തിയ ദളിത് വിവേചനത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ, സ്ത്രീ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെക്കുറിച്ചെല്ലാം വലിയ ചർച്ച ചെയ്യണമെന്നും രാജ്യം തന്നെ ആവശ്യപ്പെടുമ്പോഴാണ് വീണ്ടും ഇത്തരം കൊലകൾ, ഇത്തരം ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ പെരുകുന്നത്. 2025 ഒക്ടോബർ 10 തോന്നുന്നു ഹിന്ദുവിൽ ഒരു വാർത്ത വന്നിരുന്നത് നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടു. അത് മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിലാണ്. ഗ്രാമത്തിൽ ഗ്രാമസഭ കൂടുന്നു. ബ്രാഹ്മണ യുവാവിൻ്റെ കാൽപാദം മറ്റൊരു ദളിത് യുവാവ് കഴുകുകയാണ്. അപ്പോഴാണ് ആ വാർത്തകളുമായി കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് ആ ബ്രാഹ്മണ യുവാവ് ഒരു വ്യാജ മദ്യവ്യാപാരം അവിടെ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഈ ദളിത് യുവാവ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ദളിത് യുവാവിനെ, ഈ ബ്രാഹ്മണ യുവാവിൻ്റെ പാദം കഴുകുക മാത്രമല്ല, പാദം കഴുകിയ വെള്ളം കുടിപ്പിക്കുകയും 5000
5200 രൂപ ആ സഭ, ആ പഞ്ചായത്ത്, നാട്ടുപഞ്ചായത്ത് ആ യുവാവിന് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നത്. ഈ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് പല ഭാഗത്തും ഇത്തരം ദളിത് പീഡനങ്ങൾ അരങ്ങേറുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് കേരളം ഇതെല്ലാം വ്യത്യസ്തമാണ് എന്നാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അട്ടപ്പാടിയിൽ കൊല ചെയ്യപ്പെട്ടത്. ഒരു ആദിവാസി യുവാവായതുകൊണ്ട് മാത്രം കൊല ചെയ്യപ്പെട്ടതാണ്. വിശപ്പ് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ഒരു കടയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ബ്രെഡ് മോഷ്ടിച്ചതാണ് അദ്ദേഹം ചെയ്ത കുറ്റം. ആലോചിക്കണം, നമ്മുടെ നാട് മാറിയിട്ടില്ല. നമുക്ക് വലിയ മുന്നേറ്റമുണ്ട്, വലിയ പുരോഗതിയുണ്ട്, വലിയ പുരോഗമനമായി പരിഷ്കൃതമായൊരു സമൂഹമാണ് കേരളം എന്ന് പറയുമ്പോഴും നമ്മുടെ നാടിനും മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായൊരു സംഗതിയാണ് ഇതിൻ്റെ മുന്നിലൂടെ വെളിവാക്കപ്പെടുന്നത്. ജിതിൻ രാജിൻ്റെ മരണം, ആത്മഹത്യ, അത് കൊലപാതകമാണ്. അതിന് ആരൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ടെങ്കിലും അവർ കൃത്യമായി തന്നെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലെത്തണം. അതിനകത്ത് ഇപ്പോൾ വലിയ ചർച്ചകൾ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട്, വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില പീഡനങ്ങളാണ് അതിന് കാരണമായത് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകളിലേക്കൊന്നും വഴിമാറിപ്പോകാതെ യഥാർത്ഥ പ്രതി ഡോക്ടർ ആവാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിലും അവരെ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ സമൂഹം ആവശ്യപ്പെടുന്നത്. ഇനിയും ഇത്തരം കൊലപാതകങ്ങൾ, ദളിത് പീഡനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെങ്കിലും ഉണ്ടാവാതിരിക്കണം. വലിയ നവോത്ഥാന കാലഘട്ടത്തിലൂടെ കടന്നു വന്നവരാണ് നമ്മളെന്ന് പറയുകയും നമ്മൾ രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്ന് പറഞ്ഞ് വീമ്പിളക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം കൊലപാതകങ്ങൾ നമ്മുടെ അവമാനഭരിതരാക്കുന്നു. ഇത്തരം ദളിത് പീഡനങ്ങൾക്കെതിരെ നമ്മുടെ സമൂഹ മനസാക്ഷി ഉയരേണ്ടതുണ്ട്. നമുക്ക് ഒന്നിച്ചു നിന്ന് ഇതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ നവോത്ഥാന കാലഘട്ടത്തിലൂടെ നേടിയ ആ പുരോഗമന ആശയങ്ങൾ ഇനി കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.